ഇന്നൊരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചോട്ടെ. എപ്പോഴും എല്ലാ ദിവസവും രാവിലെയാണല്ലോ തുടങ്ങുന്നത്. ഇന്നപ്പോൾ ഒരു വൈകുന്നേരം ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി എഴുന്നേറ്റ് ഒരു 1:30 കയറി വന്നതായിരുന്നു. അയ്യോ, എന്തൊരു ഉറക്കം! നാട്ടിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് ഉറങ്ങാൻ പറ്റാതെ അത്രയ്ക്കും ബിസി ആയിരുന്ന ആ ഒരു സമയത്ത് ഉറക്കൊക്കെ ഇവിടെ നിന്ന് ഉറങ്ങി തീർക്കാൻ തോന്നുന്നു. എനിക്ക് പൊതുവെ കുറച്ച് നേരം ഉറങ്ങിയാൽ പിന്നെ ഉറക്കം വരാതിരിക്കും കേട്ടോ. പക്ഷെ ഇതങ്ങനെയല്ല. രാവിലെയും നല്ല ഉറക്കം, ഉച്ചയ്ക്കും നല്ല ഉറക്കം, രാത്രിയും നല്ല ഉറക്കം. അയ്യോ, ഉറക്കം ഇത് തന്നെയാണ് ഫുൾ ടൈം. ഞാൻ ലഞ്ചൊന്നും കഴിച്ചില്ല കേട്ടോ. രാവിലെ ഞാൻ പിന്നെ ഇന്നലത്തെ കുറച്ച് പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു. പഴങ്കഞ്ഞിയും പിന്നെ നല്ല ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ മീൻകറിയും മോരും എല്ലാം കൂട്ടി കഴിച്ചുകൊണ്ട് പിന്നെ ഉച്ചയാകുമ്പോഴേക്കും എനിക്ക് വിശന്നില്ല. അമ്മ കുറേ പറഞ്ഞാണ് കഴിച്ചിട്ട് ഉറങ്ങിക്കുമെന്ന്. പക്ഷേ എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല. അപ്പം ഞാനങ്ങനെ ലഞ്ചൊന്നും കഴിക്കാതെ വന്ന് കിടന്നെയാണ്. പിന്നെ താഴെ ചക്ക അച്ഛൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ചക്ക നന്നാക്കണം. ഞാൻ വന്നിട്ട് നന്നാക്കാന്നൊക്കെ പറഞ്ഞ് അവിടെ എടുത്ത് വെച്ചാണ് കേട്ടോ. അമ്മേനെ നന്നാക്കിയിട്ടുണ്ടാവും എന്ന് അറിഞ്ഞൂടാ. നന്നാക്കണം. പിന്നെ പാറുണ്ട് പന്നി ഭയങ്കര ഇഷ്ടം പോർക്ക്. അപ്പം അച്ഛൻ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നന്നാക്കണം. അങ്ങനെ അതൊക്കെയാണ് ഇനി പരിപാടി. അപ്പം ഇനി ഞാൻ നേരെ താഴെ പോയി നോക്കട്ടെ പാറുവിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇവിടെ വന്നാൽ അവൾക്ക് ബെല്ലും ബ്രേക്കും ഇല്ലാത്തൊരവസ്ഥയാണ്. റോഡിലേക്കൊക്കെ അങ്ങനെ അങ്ങ് ഓടിപ്പോവാണ്. അപ്പോൾ ഒരാൾ പാറുവിൻ്റെ പിറക്കെ തന്നെ വേണം. അപ്പോൾ അമ്മയ്ക്ക് ഉച്ചയ്ക്ക് ഇരിക്കാനൊന്നും പറ്റിയിട്ടേ ഉണ്ടാവില്ല. ഞാൻ എന്തായാലും ഒന്ന് വേഗം താഴേക്ക് പോയി നോക്കട്ടെ. നമുക്ക് പോർക്ക് ഉണ്ടാക്കണം. ചക്ക എലിശ്ശേരി ഉണ്ടാക്കണം. ഞാനിപ്പോഴില്ലേ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം 1.5 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കാണുമ്പോഴില്ലേ ആ ഒരു നെയിൽ കാണിക്കാനുള്ളൊരു ഷോ ഓഫ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇനി ആ സമയത്ത് അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിൽ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ആ പൂച്ചേനെ ഉപദ്രവിക്കണ്ടോ? നല്ലോണം കളിക്കണ്ടോ? അതിവളെ കണ്ട് പേടിച്ച് ഓടുന്നായിരിക്കും. പാറു റോഡിലേക്ക് പോയോ? ആ, അതെന്തിനാ കവർ? എന്തിനാ കവറ്? പാറു നീ എന്തിനാ കവർ എടുത്തേക്കുന്നേ? കവറിലൊന്ന് പൂച്ചേനെ ഇടരുത്തിട്ടോ. എന്തിനാ നന്ദു? എന്തിനാ നന്ദു പാറു എന്തിനാ കവർ എടുത്തേ? എന്തിനാ കവർ എടുത്തേ പറ. ഒരു പൂച്ചക്കുട്ടി ഉണ്ട് കേട്ടോ ഇവിടെ. ആക്ച്വലി നമ്മൾ ബർത്ത്ഡേക്ക് പാറുവിന് ഒരു പൂച്ചേനെ ആയിരുന്നു ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്തോ അസുഖം വന്നങ്ങനെ ചത്തുപോയിട്ടോ. അത് കഴിഞ്ഞപ്പോഴേ എവിടുന്നോ ഒരു പൂച്ചങ്കം കയറി വന്നതാണ്. നമ്മൾ കഴിഞ്ഞ തവണ നാട്ടിൽ വന്നപ്പോഴേ ആ ഒരു പൂച്ച ഉണ്ടായിരുന്നു. ഇപ്പം അത് അത്യാവശ്യം വലുതായിട്ടുണ്ട്. എന്നാലും പാറു എനിക്ക് പൂച്ചേൻ്റെ അടുത്ത് അധികം അങ്ങ് സ്നേഹം പ്രകടിപ്പിക്കും കേട്ടോ. അപ്പം എനിക്ക് ഈ കവറൊക്കെ എടുത്ത് നടക്കുമ്പോൾ എനിക്ക് ശരിക്കും പേടിയാണ് അതിനെങ്ങാനും അതിലിടുമോന്നൊക്കെ ഉള്ളത്. ഈ കുഞ്ഞു മക്കൾക്ക് ഇങ്ങനെ അതൊരു ജീവനുള്ള സാധനമാണ് എന്നൊക്കെ ഒരു ബോധം പൊതുവെ കുറവായിട്ടാണ് എനിക്ക് ആ പാറുവിൻ്റെ കളിയൊക്കെ കാണുമ്പോൾ തോന്നാറുള്ളത്. വൈകുന്നേരം അമ്മയുടെ സ്പെഷ്യൽ നല്ല മൊരിഞ്ഞ പഴംപൊരിയും ചായയായിരുന്നു കേട്ടോ. കുറച്ച് തണുത്തതുകൊണ്ട് ആ ഒരു മൊരിഞ്ഞതൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. ഞാൻ എഴുന്നേറ്റ് താഴേക്ക് വരാൻ കുറച്ച് ലേറ്റായി ഉണ്ടായിരുന്നല്ലോ. അപ്പം വൈകുന്നേരം എഴുന്നേറ്റ് വരുമ്പോഴേക്കും നല്ല ചൂട് ചായയും അമ്മ ഉണ്ടാക്കിയ പഴംപൊരിയും. ഇപ്പം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് കൊതിയാവുന്നുണ്ട്. പോർക്ക് നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. അതായത് എൻ്റെ നാട്ടിലൊന്നും ഉണ്ടാക്കില്ല. അത് വാങ്ങിക്കാനും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ച് കൂടുതൽ പോർക്കൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. പണ്ട് ഹോസ്റ്റലിൽ ഉണ്ടാവുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ കഴിച്ചിട്ടുണ്ട്. പിന്നെ വയനാട്ടിലെത്തിയതിന് ശേഷമാണ് ഞാൻ കഴിക്കാൻ തുടങ്ങിയത്. പോർക്ക് ഉണ്ടാക്കുന്നതൊക്കെ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര എന്താ പറയുക ഒരു പുതിയൊരു കാഴ്ചയൊക്കെ ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പോർക്ക് മിക്കപ്പോഴും അമ്മയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വരുമ്പോഴേക്കും അമ്മ അതിൻ്റെ ആദ്യത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് അമ്മ അങ്ങ് പോയിട്ട് അപ്പം എൻ്റെ അടുത്ത് അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് വാർത്തിട്ട് അതിൽ നിന്ന് നെയ്യ് കളഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുറത്തൊരു അടുപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് അമ്മ മിക്കപ്പോഴും കൂടുതലും അടുപ്പിൽ നിന്നാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അടുപ്പിൽ നിന്ന് ഉണ്ടാക്കുന്നതിൻ്റെ അത് ടേസ്റ്റും വേറെ തന്നെയാണല്ലോ. ഉപ്പും കറിയും അല്ല, കഞ്ഞിയും കറിയും. ശരിക്കും ഉപ്പും കറിയല്ല, കഞ്ഞിയും കറിയും എന്നാണ് പറയാ, ഉപ്പും കറിയെന്നല്ല. പോർക്ക് ബീഫൊക്കെ അമ്മ ഉണ്ടാക്കുന്നതിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അത് അമ്മ മിക്കപ്പോഴും അടുപ്പിൽ നിന്നാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്.
വിറകടുപ്പെന്ന്. അപ്പം ഞാൻ ഇതാ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഉള്ളി അരിഞ്ഞു കൊടുക്കുക, പിന്നെ ഇഞ്ചി നന്നാക്കി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. ബാക്കിയൊക്കെ അമ്മയാണ് ചെയ്യുക. പിന്നെ ഇതാ അച്ഛൻ കൊണ്ടുവന്ന ചക്ക ഞാൻ വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഇതും എന്താ പറയുക കൊത്തി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും ലേറ്റ് ആയതുകൊണ്ട് ബാക്കി ചക്ക പരിപാടി നാളേക്കാക്കാന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഈ ഒരു നഖം കൊണ്ട് അധികം ചക്കയിൽ അഭ്യാസം കാണിക്കാനും പറ്റില്ല. പിന്നെ അമ്മയും അച്ഛനും കൂടി വൈകുന്നേരം ചെടി നനക്കലും കാര്യങ്ങളൊക്കെയാണ്. കുറേ ചെടികളുണ്ട് കേട്ടോ. ഇവിടുത്തെ വീട്ടിലുണ്ട്, എൻ്റെ നാട്ടിലെ വീട്ടിലുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ കുതിർത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മക്ക് ആക്ച്വലി മറന്നുപോയി ഇങ്ങനെ ഒരു സംഭവം അരച്ച് വെച്ചത്. അപ്പോൾ രാത്രി 10:30 കേട്ടോ അമ്മ ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതായിരുന്നു. പക്ഷെ മറന്നുപോയി. ഇനി നാളേക്ക് ഈ ഒരു മാവ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നാശമായി പോവും, ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അമ്മ 10:30 ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. നമ്മളൊക്കെ ജോലിയും പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊക്കെ വല്ലപ്പോഴും വെക്കേഷൻ്റെ സമയത്തൊക്കെയാണ് വയനാട്ടിലെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവാറ്. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു ആഘോഷം തന്നെയാണ്. ഇപ്പൊ പിന്നെ നമ്മളെ കൂടെ പാറുക്കുട്ടിയും കൂടി ഉണ്ടായതുകൊണ്ട് അത് ഡബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അമ്മ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കി തന്നുകൊണ്ടേയിരിക്കും. ഇത് നെക്സ്റ്റ് ഡേ തൊട്ടുള്ള വീഡിയോസ് ആണ്. അപ്പൊ ഇതെന്താണെന്ന് കണ്ടാൽ മനസ്സിലായോ? കാണുമ്പോൾ ആ ഒരു ഷേപ്പൊക്കെ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ? ചൂലാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ മാച്ചി എന്ന് പറയും. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഓലേൻ്റെ ഈർക്കിലുണ്ടല്ലോ, അതിനെ കൊണ്ടാണ് ചൂലുണ്ടാക്കുക. പക്ഷെ വയനാട്ടിൽ ഇത് കവുങ്ങിൻ്റെ ഓലേനെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആക്ച്വലി ഞാൻ ഈ ഒരു സാധനമാണെന്ന് വിചാരിച്ചിട്ടാണ് അത് ഞാൻ ആദ്യം കാണിച്ചത് കേട്ടോ. ഇത് ഞാൻ വയനാട്ടിൽ വന്നപ്പോഴായിരുന്നു കണ്ടത്. ഇതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു കേട്ടോ. നിങ്ങളുടെ നാട്ടിലുണ്ടോ ഇതുപോലുള്ള ചൂലൊക്കെ? എൻ്റെ നാട്ടിൽ ഇല്ല കേട്ടോ. ഇത് ആക്ച്വലി ഒരു കുറുന്തോട്ടി പോലുള്ള ഒരു ചെടിയുണ്ട്, അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ചൂലാണ്. നമുക്കിങ്ങനെ ഹാർഡായിട്ടുള്ളതല്ല, നമുക്ക് കുറേ ഇങ്ങനെ ഇലകളൊക്കെ ഉള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഇതിനെ കൊണ്ട് അടിച്ചു വാരിയാൽ പെട്ടെന്ന് അങ്ങ് വൃത്തിയാവും കേട്ടോ. ആദ്യമൊക്കെ അമ്മയൊക്കെ വയനാട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട് വീട്ടിലടിച്ചു വരാനായിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ കാണുമ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ ഒരു പുതിയൊരു കാഴ്ചകളായിരുന്നു. പറയുമ്പോൾ തൊട്ടടുത്ത ജില്ല തന്നെയാണ് കണ്ണൂർ, വയനാട്. പക്ഷേ എന്തൊക്കെ മാറ്റങ്ങളാണെന്നറിയോ? നമ്മൾ ഉണ്ടാക്കുന്ന കറികളുടെ ടേസ്റ്റിൽ മാറ്റമുണ്ട്. പിന്നെ നമ്മളെ നാട്ടിലൊക്കെ തെയ്യം, പൂരം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതൊന്നും വയനാട്ടിലില്ല. പിന്നെ കുറേ കാര്യങ്ങളിൽ കുറേ അധികം മാറ്റങ്ങളുണ്ട്. പക്ഷെ അതിന്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ താഴെ വീഴുള്ളൂ. എന്തെങ്കിലും ഉണ്ടോ? അത് ഈ കാർട്ടൂണില് ഒരു മന്ത്രം കണ്ടതാണ്. ഈ കാർട്ടൂണിലെ ഇങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ ആൾട്ടർ ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് അച്ഛൻ്റെ കൂടെ പോയിട്ട് ഏട്ടൻ്റെ വല്യച്ഛൻ്റെ മോൻ്റെ ഭാര്യ ഉണ്ട് കേട്ടോ, ചേച്ചിയാണ് എനിക്ക് ഇവിടെ വയനാട്ടിലുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം കേട്ടോ, സ്റ്റിച്ചിങ് ഒക്കെ. അപ്പം ഞാനിതാ ഒന്നും അറിയാത്ത പോലെ ക്യാമറ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനിയിപ്പം താഴേക്ക് പോവും. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ മുകളിലേക്ക് കയറി വരും കേട്ടോ. എനിക്കിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ എനിക്ക് ചിരി വരും കേട്ടോ, എന്താ ഞാൻ ഈ കാണിക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും അങ്ങനെ ആരെങ്കിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് കൊടുക്കാൻ ഉണ്ടാവണമെന്നില്ല. ആ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചെയ്യേണ്ടാവുക. ഞാനിപ്പോൾ വന്നേക്കുന്നത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ആ മുകളിൽ ഇങ്ങനെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ലോണ്ട്രി ഏരിയ. വാഷിംഗ് മെഷീനും പിന്നെ ഡ്രസ്സൊക്കെ വിരിച്ചിടലും എല്ലാം ഇവിടെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വാഷ് ചെയ്യുന്ന സമയം എൻ്റെ ഒരു മീ ടൈമാണ്. വയനാട്ടിൽ പൊതുവെ ചൂടുള്ള സമയത്താണെങ്കിൽ പോലും ചെറിയൊരു തണുപ്പ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ നിറയെ കിളികളും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് ചില സമയത്ത് ഞാൻ മുകളിലുണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ യൂട്യൂബ് വീഡിയോസൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ട് ഹെഡ്സെറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് ശരിക്കും ഈ വാഷ് ചെയ്യുന്ന ഒരു സമയം എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു ടൈമാണ്. ഇത് കണ്ടോ, ഇത് തേനീച്ചയാണ് കേട്ടോ. തേനീച്ച തന്നെയാണോ പറയാന്ന് എനിക്കറിയില്ല. ഒരു ചെറിയതാണ്, പക്ഷെ ഇതിങ്ങനെ കുത്തത്തൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഇതിന് വേറെ എന്തെങ്കിലുമൊക്കെ പറയുമോയെന്ന് എനിക്കറിയില്ല. ഇത് മുകളിൽ നമ്മൾ ഒരു ബെഡ് കൊണ്ടുവച്ചതായിരുന്നേ, അതിൻ്റെ അകത്ത് വന്നിട്ട് കൂട് വെച്ചതാണ്. ഇതിൽ നിന്ന് നമുക്ക് കുറേ തേനിപ്പോൾ കിട്ടി കേട്ടോ. കാണുമ്പോൾ ഒരു വൃത്തിയില്ലാത്ത പോലെയൊക്കെ തോന്നും, പക്ഷെ ആ ഒരു ബെഡൊക്കെ നീറ്റായിട്ടുള്ള ബെഡൊക്കെ തന്നെയാണ് കേട്ടോ. ഇവിടുന്ന് കുറേ പാറുവിനൊക്കെ ആണെങ്കിലും നല്ല നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള തേനാണ് കേട്ടോ. അപ്പോൾ അത് മാത്രമായിട്ട് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ അത് ആ ഒരു പൂമ്പൊടീൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ശരിക്കും
ഈ ഒരു തേനിൽ നിന്ന് മനസ്സിലാവും കേട്ടോ. ഞാൻ വേറെ പല തേനും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു തരി പോലെ ഉണ്ടാകും കേട്ടോ. അതിനാണെങ്കിൽ ഒരു സ്പെഷ്യലായിട്ട് ആ ഒരു പൂവിൻ്റെ ടേസ്റ്റോ, ഇവർ ആ ഒരു പൂവിൽ നിന്നാണല്ലോ തേനൊക്കെ കളക്ട് ചെയ്യുക, അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ശരിക്കും അങ്ങ് കിട്ടും കേട്ടോ. ഇത്ര ചെറിയൊരു തേനീച്ച ആയതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ ആ ഒരു കൂടൊക്കെ വെച്ച് കഴിയണം. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ പിഴിഞ്ഞിട്ടാണ് തേനെടുക്കുക. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അമ്മ പറഞ്ഞ് കേട്ടതാണ്. അപ്പോൾ എന്താ പറയുക, കുറച്ചായിരിക്കും കിട്ടുന്നുണ്ടാവുക. ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ ഒരു അമൃത് പോലെ, അങ്ങനെ അത്രയ്ക്കും വാല്യുബിൾ ആയിട്ടുള്ളൊരു സാധനം എന്നുള്ള രീതിയിൽ നമ്മളത് കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് കുറച്ച് ചെറിയ സ്പൂണിൽ കുറച്ചായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാറുവിനിങ്ങനെ ചില ഇടവിട്ട ദിവസങ്ങളിൽ കേട്ടോ, ഡെയിലി ഒന്നും കൊടുക്കാറില്ല, അങ്ങനെ അങ്ങ് കൊടുക്കും. അതിൻ്റെ കൂടെ ഞാനും കഴിക്കട്ടോ. നല്ല ഒരു ടേസ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒറ്റ ഇരിപ്പിന് തന്നെ അത് മുഴുവൻ കഴിച്ചു തീർക്കും. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. വാ ചോറുണ്ണാം. പാറുവിനോട് ചോറ് തിന്നാന്ന് പറയണ്ട, ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞാൽ മതി. ചോറ് തിന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് വരില്ല തീരെ. എവിടെ പാറു? ആ പൂച്ചേനെ ഒന്ന് നീ താഴെ വെക്ക്. ആ പരിപാടി ഇല്ല അവക്ക്. എടാ അങ്ങനെ ആക്കല്ലേ പാറു. പാറു പിന്നെ എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ. ഞാൻ അതിനിങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കില് കൊച്ചിയില് നല്ല ദൂരാലേ. കൊച്ചിയോ? ആ കൊച്ചിയില്. ആയിരിക്കാ കൊച്ചി പോണ്ടേ? ഞാൻ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു, രാത്രിയായി പോയി. എന്താ പാറു അവിടെ ഇരിക്കുന്നേ? കയ്യിലെന്താ പറ്റിയേ? വീട് ഡയമണ്ടോ? നീ വാ, നീ പൂച്ചനെ ശരിക്കും പിടിക്കേ. എടാ അതിന് വേദനിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പൂച്ച എങ്ങനെയാണ് അപ്പിടലെന്നുള്ള വലിയൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ, ഈ 3 പേരും കൂടി. അത് മൂടി കാണാം. അതാ അപ്പിട്ട് കഴിഞ്ഞു. ഇനി അതാ അപ്പിട്ടോ? വയറസ് പിടിക്കുന്നു. കണ്ടോ പാറോ? അത് അപ്പിട്ടിട്ട് മണ്ണിനെ കൊണ്ട് മൂടിയത് കണ്ടോ നീ? സ്വന്തം ടോയ്ലറ്റ് ഉണ്ടാക്കിയിട്ട് ഇതാക്കുക. നിന്നെ പോലെ നല്ല പൂച്ചക്ക് നല്ല ബുദ്ധി ഉണ്ട്. ആരെ പോലെ അടുത്തുണ്ടാക്കുന്നത് നേരത്തെ ഇട്ടില്ലാന്ന് തോന്നുന്നു, അവിടെ ഒന്നും കൂടി ഉണ്ടാക്കുക. ഇനി പാറുവിനെ ഫുഡ് കഴിപ്പിക്കലാണ് ഏറ്റവും വലിയ ടാസ്ക്. നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പൊതുവെ ചെയ്യാറില്ല കേട്ടോ, അത് ഏട്ടൻ്റെ അമ്മ തന്നെയാണ് കൂടുതലും ചെയ്യാറ്. അമ്മയ്ക്ക് നല്ല ക്ഷമയുണ്ട്. എനിക്ക് ഒന്നാമത് മസ്കറ്റിൽ നിന്ന് അവൾക്ക് ഒറ്റയ്ക്ക് ഫുഡ് കൊടുത്ത് എൻ്റെ ക്ഷമയാകെ പോയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നാട്ടിലെത്തിയിട്ടെങ്കിലും വേറെ ആരെങ്കിലുമൊക്കെ ഫുഡ് കൊടുക്കാനുണ്ടെങ്കിൽ അത് വലിയൊരു ആശ്വാസമാണ് കേട്ടോ. അമ്മയാണെങ്കിലും ഞാൻ കൊടുക്കുന്നതിനേക്കാൾ നന്നായിട്ട് നല്ല ക്ഷമയോടെ എല്ലാ കറികളും മിക്സ് ചെയ്തിട്ട് തന്നെ കൊടുക്കും കേട്ടോ. അതെനിക്ക് വലിയൊരു ആശ്വാസം കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഇന്നിതാ വിഭവസമൃദ്ധമായ സദ്യ തന്നെയുണ്ട്. ചക്ക എരിശ്ശേരി എൻ്റെ ഫേവറേറ്റ്, ബീട്രൂട്ട് തോരൻ, മോരുകറി, പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള പോർക്കില്ലേ അതുമായിരുന്നു കേട്ടോ ഇന്നത്തെ ലഞ്ച്. അച്ഛനും അമ്മയും കണക്ക് ഇത് പണ്ടത്തെ അച്ഛനും അമ്മയും. ഇത് പാറുക്കുട്ടി 3 years ഉണ്ടാകുമ്പോഴാണ്. ഇത് അമ്മ നഴ്സറി പഠിക്കുമ്പോഴുള്ളതാണ്. കാണിക്കോരോന്ന് ഓരോന്ന്. തൊപ്പിയൊക്കെ ഇട്ടിട്ട് അമ്മ എവിടെയോ ഗുരുവായൂരോ പറശ്ശിനിയിലെങ്ങാനും പോയ സമയത്ത് എടുത്ത ഒരു ഫോട്ടോ ആയിരുന്നു ഇത്. ഇതാ അമ്മ വീണ്ടും അമ്മ IST പഠിക്കുന്ന സമയത്ത് കയ്യൊക്കെ കെട്ടി 2 അയ്യോ നാശാക്കല്ലടാ. ഇത് അമ്മയും അച്ഛനും കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ കാവിൽ തൊഴാൻ പോയതാണ്, അപ്പോഴെടുത്ത ഫോട്ടോ. ഇത് അമ്മേൻ്റെ കുഞ്ഞു മണ്ണിയാണ്. പാറക്കുട്ടി 2 months ഉണ്ടായ സമയത്തുള്ള ഫോട്ടോ. ഇത് പാറക്കുട്ടി 7 months ഉണ്ടായപ്പോഴുള്ള ഫോട്ടോ. പയ്യന്നൂർ വീട്ടില് ചെണ്ടയൊക്കെ കൊട്ടിക്കൊണ്ട് സോഫയിൽ ഇരിക്കുന്ന ഫോട്ടോ കാണിക്കും. ഇപ്പോഴത്തെ പാറക്കുട്ടിയാണ് ഇത്.
ഇത് 3 months ഉണ്ടായ സമയത്ത് വയനാട്ടിലേക്ക് വന്ന സമയത്ത് ഞാൻ കുഞ്ഞായിരുന്നപ്പോഴില്ലേ അച്ഛൻ ഗൾഫിലായിരുന്നല്ലോ. നാട്ടിലേക്ക് വരുമ്പോൾ എപ്പോഴും ഒരു ഡിജിറ്റൽ ക്യാമറ കൊണ്ടുവരും. എന്നിട്ട് അതിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടിക്കാലത്തെ എല്ലാ മൊമെൻറ്റ്സും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എനിക്ക് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ കാണാം. പണ്ടൊക്കെ ആണെങ്കിൽ ഫോട്ടോ അച്ഛൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുമായിരുന്നു. പിന്നെ CD-യിലാക്കിയിട്ട് വെക്കുമായിരുന്നു കേട്ടോ വീഡിയോസൊക്കെ. അപ്പോൾ അതൊക്കെ കാണുമ്പം വല്ലാത്തൊരു ഫീലാണല്ലോ നമ്മുടെ കുട്ടിക്കാലം. ഞാൻ 90s കിഡാണ്. ആ ഒരു സമയത്തുള്ള കുട്ടികളുടെ ആ ഒരു ചെറിയ പ്രായത്തിലുള്ള വീഡിയോസും ഫോട്ടോസ് ഉണ്ടാവും. എന്നാലും വീഡിയോസൊക്കെ ചില ആൾക്കാരൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. എന്നാലും കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ എൻ്റെയും അർജുൻ്റെയും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടതാണ്. പാറുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ കേട്ടോ. നമ്മളിങ്ങനെ ഫോണിലും ലാപ്പിലൊക്കെ ഫോട്ടോസൊക്കെ കാണുന്നതിനേക്കാൾ ഒരു എക്സ്ട്രാ ഫീലാണ് ഇങ്ങനെ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ആ ഒരു ഫോട്ടോസൊക്കെ കാണുമ്പോൾ. ഞാൻ ഇതൊക്കെ സൂക്ഷിച്ച് എടുത്തു വെച്ചതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ എൻ്റെ കുറച്ച് പഴയ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ. എനിക്കറിയാം ഞാൻ വളരെ ലേറ്റായിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. പുതിയ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ പ്രോമിസ് ചെയ്തതാണ് വീക്കിലി 3 ലോങ് വീഡിയോസൊക്കെ ഇടും, പിന്നെ ഡെയിലി ഷോർട്സ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ ഒന്നിനും സാധിക്കുന്നില്ല. വേറെ ഒന്നുമല്ല കേട്ടോ, 24 മണിക്കൂറല്ലേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ വീട്ടിലെ കാര്യങ്ങൾ, ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ, പിന്നെ വീഡിയോസ് എടുക്കണം, പ്രൊമോഷണൽ വീഡിയോസ് എടുക്കണം, നമ്മുടെ ന്യൂസ് ചാനലിൻ്റെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ. ആ ഒരു ഈദ് ഹോളിഡേ സമയത്തൊക്കെ അയ്യോ വീട്ടിലിരിക്കാൻ തന്നെ സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓടി നടന്ന് ചെയ്യായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഓവർ സ്ട്രെസ് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയില്ല. കുറച്ചൊക്കെ നമുക്കൊരു റിലാക്സേഷൻ കൂടി വേണമല്ലോ. അപ്പോൾ ഇനി എന്തായാലും മുടങ്ങാതെ വീഡിയോസ് ഇടാം എന്നുള്ളത് ഞാൻ പ്രോമിസ് ചെയ്യുന്നില്ല. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. പെട്ടെന്ന് തന്നെ കാണാം.